താങ്ക് യു പ്രസിജ, താങ്ക് യു ഫോർ യുവർ വിഷസ്. മുന്നേ ഞാനിട്ട വീഡിയോയിലൊക്കെ എനിക്ക് പരിചയമുള്ള ആളുകളാണ് എനിക്ക് വേണ്ടി ഗൂഢാലോചന നടത്തിയിരുന്നത്. പക്ഷെ ഈ വീഡിയോയില് ഇപ്പം പറഞ്ഞ സ്റ്റോറിയില് എനിക്ക് വേണ്ടി ഗൂഢാലോചന നടത്തിയത് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ. ഞാൻ അന്ന് പരിചയപ്പെട്ടായിരുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുണ്ട്. കാരണം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ നമ്മള് എവിടെ കിടക്കുന്നത്, അവരെവിടെ കിടക്കുന്നത്. അപ്പൊ യൂണിവേഴ്സിന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശക്തമായി ആഗ്രഹിച്ചാൽ അത് നടത്തി തരുവാൻ വേണ്ടി ഈ പ്രപഞ്ചം തന്നെ ഗൂഢാലോചന നടത്തുമോ ഇല്ലയോ? ഇത് റിലേറ്റ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ. മഞ്ജു വാര്യറും ലോ ഓഫ് അട്രാക്ഷനും പിന്നെ ഞാനെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ വീഡിയോക്ക് കുറെ നല്ല കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാതുള്ള കമന്റ്സും വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോയില് നിങ്ങൾ അതിന്റെ മെസ്സേജ് ഞാൻ തരുന്ന, നിങ്ങൾക്ക് എന്താണോ അതിന് ഇൻഫർമേഷൻ കിട്ടിയത് അത് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയാവും കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങനെയാണെന്നുള്ളതിന്റെ എന്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അതിന് കിട്ടുന്ന മെസ്സേജ് എന്താണോ അത് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയാകും. അപ്പം ഞാനിപ്പം പറഞ്ഞ കോഡ്സ് ഏത് ബുക്കിലാണെന്നറിയാലോ? ദി ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പൗലോ കോലോന്റെ ബുക്കിലുള്ളതാണ്. അപ്പം അതുമായി റിലേറ്റ് ചെയ്ത് ലോ ഓഫ് അട്രാക്ഷന്റെ പാർട്ട് 2 ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം ലോ ഓഫ് അട്രാക്ഷനും ക്രിക്കറ്റും പിന്നെ ഞാനും. അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കിം ഗ്ലോ. ഞാനും ക്രിക്കറ്റും തമ്മിൽ എന്താ ബന്ധം? ഒന്നുമില്ല. ക്രിക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളിയാണ്. ഭയങ്കര ഭ്രാന്താ ക്രിക്കറ്റ്. ചെറുതിലേ മുതലേ തന്നെ ഇഷ്ടമുള്ള കളിയാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ അവിടെ എടുത്ത് ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ ആൺകുട്ടികൾ കളിക്കണത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഞാൻ പോയി ഒന്ന് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് കുറെ വീട്ടിൽ നിന്നൊക്കെ ചീത്ത കേട്ടിട്ടുണ്ട്. അപ്പൊ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ജെന്റ്സിനുള്ള മാത്രം കളിയാണ്, അതായത് ലേഡീസിനൊന്നും കളിക്കാൻ പറ്റില്ല. അന്നൊന്നും ഇങ്ങനെ കോച്ചിങ് സെന്റേഴ്സോ അങ്ങനെ ഒന്നും നമ്മളെ അറിവിലില്ല, അങ്ങനെ ഇല്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ കുറെ കഴിഞ്ഞപ്പോ ഞാന് എല്ലാ മിക്ക മാച്ചും ഞാൻ കാണാറുണ്ട്. പിന്നെ നമ്മളെ സച്ചിൻ ടെണ്ടുൽക്കർ, എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലെയർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിക്കറ്റ് പ്ലെയർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അജയ് ജഡേജാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെന്താ രാഹുൽ ദ്രാവിഡ്, സെവാഗ്, സഹീർ ഖാൻ, പിന്നെ ധോണി, അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ആദ്യം മുതലേ എല്ലാ മാച്ചസും ഇരുന്ന് കാണും കേട്ടോ. എല്ലാം ഇരുന്ന് കാണും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ബാറ്റിന്റെ പുറത്ത് ഈ ബോൾ വന്ന് അടിക്കുന്ന വച്ചല്ലേ, ടിക് ടിക്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ 6 ഒക്കെ അടിക്കുമ്പോൾ അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ ക്രിക്കറ്റ് ഭ്രാന്തന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ക്രിക്കറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ ഗെയിമാണ്. ലാസ്റ്റ് ബോളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ ലാസ്റ്റ് ബോളിൽ ഒരു 6 അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ടീം ജയിക്കുന്ന അവസരം വരെ ഉണ്ടാവും. എനിക്കറിയില്ല കേട്ടോ, അത് ഇങ്ങനെ നമ്മള് വുമൺസിന് ഇങ്ങനെ ഒരു ലേഡീസിന് ഇങ്ങനെ ഒരു ടീമുണ്ട്, അങ്ങനെ സംഭവങ്ങളൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വെച്ചത് അവർക്ക് മാത്രം വേണ്ടിയുള്ള, ജെന്റ്സിന് മാത്രം വേണ്ടിയുള്ള കളിയാണ്, നമുക്കൊന്നും പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ക്രിക്കറ്റ് പ്ലെയർ ആവണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് പഠിക്കാൻ അങ്ങനെ സെന്റേഴ്സ് ഒന്നും ഇല്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ കഴിഞ്ഞ് പിന്നെ നമ്മള് ഞാൻ ന്യൂസ് പേപ്പറൊക്കെ ഇങ്ങനെ വായിക്കാറുണ്ട്. കുറെ മുന്നേ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഇടയിൽ വായനയൊക്കെ നിർത്തി. ഇപ്പൊ സ്പോർട്സ് പേജ് അധികം വായിക്കാറുള്ളത്. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ സ്പോർട്സ് പേജ് എടുത്ത് നോക്കുമ്പോഴാണ് ഒരു വുമൺ ക്രിക്കറ്റ് പ്ലെയർ ഒരു ട്രോഫി എന്തോ ആയിട്ട് ഇങ്ങനെ നിൽക്കണ ഒരു ഫോട്ടോയും അതിന്റെ റിപ്പോർട്ടും വായിച്ചു. അപ്പോഴാണ് ഞാൻ ഇന്ത്യക്ക് അങ്ങനെ ഒരു ടീം ഉണ്ട് എന്ന് തന്നെ അറിയുന്നത്. ക്രിക്കറ്റ് ടീം ഉണ്ട് എന്ന് തന്നെ ഞാൻ അന്നേരമാണ് അറിയുന്നത്. അപ്പൊ ഇത് നോക്കിയപ്പോ ഇത് ജൂലൻ കോസാമി എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് പ്ലെയർ ഫോട്ടോ ആണ്, എന്തോ ട്രോഫി എന്തോ വിളിച്ചിട്ട് ഉള്ള അതിന്റെ ഡീറ്റെയിലും. അന്ന് മുതൽ ഞാൻ പിന്നെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. കുറെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണും, യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഇത് റിലേറ്റ് ചെയ്ത് വുമൺ ക്രിക്കറ്റ് റിലേറ്റ് ചെയ്ത് ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അവരെ മാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ടിവിയിൽ വരുന്നതൊക്കെ കാണും. അപ്പൊ അങ്ങനെ അത് കണ്ട് എനിക്ക് അതിലൊരു പ്ലെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പൂനെ റാവത്ത് എന്നാണ് പ്ലെയർ പേര്. പിന്നെ എന്റെ ടീമിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ നല്ല കളിക്കുന്നത്. മിതാലി രാജ്, ഹർമൻപ്രീത് കൗർ, അങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ എനിക്കതിൽ പൂനെ റാവത്ത് എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് പ്ലെയറെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, അവര് ഇതേപോലെ അവരോടുള്ള ഒരു ഇഷ്ടം കൊണ്ട്, ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം കൊണ്ടും ഇതേപോലെ തന്നെ DP വെക്കും. വാൾപേപ്പർ പുനർവത്തിന്റെ ഫോട്ടോ ആയിരിക്കും. പിന്നെ ഇൻസ്റ്റയില് ഇത് ഫോട്ടോ ആയിരിക്കും. കുറെ അവരെ പറ്റിയുള്ള മാച്ചിന്റെ ഓരോ ഫോട്ടോസ് ഉണ്ടാവില്ല, അതൊക്കെ ഷെയർ ചെയ്യും. വീഡിയോസ് ഷെയർ ചെയ്യും, വീഡിയോസ് സ്റ്റാറ്റസ് വെക്കും. ഇതൊക്കെ തന്നെയാണ് കുറെ കാലമായിട്ട് പരിപാടി.
അപ്പം അതിന്റെ ഇടയിലാണ് ഒരു ദിവസം ഇന്ത്യ വുമൺ ക്രിക്കറ്റ് ടീം ഇന്ത്യൻ ടീം ഒരു മാച്ച് ജയിച്ചു. അപ്പം അതിന്റെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അപ്പൊ ഇവര് പ്ലേയേഴ്സിന്റെ എല്ലാരും കൂടി ഒരു ഫോട്ടോന്റെ കൂടെ ഒരു അവരെ ഫീൽഡ് കോച്ചിന്റെ ഫോട്ടോയും കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ അതൊരു മലയാളിയാ. അപ്പൊ ഞാൻ വിചാരിച്ചു എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവല്ലോ, പ്രൗഡ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ സാറെ പേര് വായിച്ചപ്പോൾ ബിജു ജോർജ് എന്നാണ് സാറെ പേര്. അങ്ങനെ ഞാൻ സാറെ ഫേസ്ബുക്കിൽ തപ്പിയപ്പോൾ സാറെ കിട്ടി. സാർ എന്നിട്ട് ഞാൻ മെസ്സേജ് അയച്ചു, ഇങ്ങനെയാണ് എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പഠിക്കാൻ പറ്റിയില്ല, ഇങ്ങനെയൊക്കെയായിരുന്നു കണ്ടീഷൻ, പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സാറിന് മെസ്സേജ് അയച്ചു. അപ്പൊ സാറ് നമ്പർ തന്നിട്ട് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ സാറെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എനിക്ക് ക്രിക്കറ്റ് കാണലുണ്ട്, അങ്ങനെ പുനർവത്തനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു സാറെ അടുത്ത്. അങ്ങനെ കുറെ സംസാരിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ് കോളൊക്കെ വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സാർ ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് അയ്യോ എന്ന് പറയണ. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പുനർവത്ത് ലൈനിലുണ്ട്, സംസാരിച്ചോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത ഒരാളും ഇങ്ങനെ ഡീപ്പ് ചെയ്തിടുന്നു, നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരാളും ഇങ്ങനെ ഹലോ പ്രസിജ ഹൗ ആർ യു എന്ന് ചോദിച്ചു. എനിക്ക് എന്താ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. കാരണം എങ്ങനെയാ ഞാൻ സാറോട് ഇങ്ങനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ, അവര് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കളി കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ സാറ് വെച്ച പാടം തന്നെ അവരെനിക്ക് കോണ്ടാക്ട് ചെയ്ത് തന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം പിന്നെ ഇനി അത് മാത്രമല്ല കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞ് ഇതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ പുനർവത്തിന്റെ പിറന്നാള് വന്നു, ബർത്ത്ഡേ October 14 അപ്പൊ ഞാൻ സാറിനൊരു വീഡിയോ ആക്കിയിട്ട് സാറിനൊരു വിഷ് ചെയ്യോ, എന്റെ വിഷസ് ഒന്ന് കൺവേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് സാറിന് മെസ്സേജ് അയച്ചു. അപ്പം സാർ ഇതേപോലെ തന്നെ അവർക്ക് അയക്കുകയും എനിക്ക് തിരിച്ചതിന് റിപ്ലൈ തന്നു. അപ്പൊ റിപ്ലൈ ഒരു വീഡിയോ ആണ് കേട്ടോ, ഞാനത് ഇവിടെ കൊടുക്കാൻ നിങ്ങൾ കണ്ടുപോയിട്ട് പറയും. Thank you, Prasija. Thank you for your wishes. Good luck to you. അപ്പൊ നിങ്ങള് വീഡിയോ കണ്ടല്ലോ. അപ്പൊ ഇത് അന്ന് എനിക്ക് കിട്ടിയപ്പോ ഉണ്ടായിരുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുണ്ട്. കാരണം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ നമ്മള് എവിടെ കിടക്കുന്നത്, അവരെവിടെ കിടക്കുന്നത്. അപ്പൊ യൂണിവേഴ്സിന് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ നിങ്ങള് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എത്താനുള്ള മനസ്സിൽ ഇങ്ങനെ നിങ്ങൾ കൊണ്ടു നടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾ വിചാരിച്ച കാര്യത്തിലേക്ക് എത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അത് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ലൈഫിൽ നടന്നൊരു സ്റ്റോറി ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പൊ അന്നൊന്നും നമുക്ക് അറിയില്ല ഇത് ലോ ഓഫ് അട്രാക്ഷൻ ആണോ, ഇത് നമ്മൾ സ്റ്റാർട്ടിങ് എന്തൊക്കെയാ കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് നമുക്ക് അറിയില്ല അത് എങ്ങനെയാന്നുള്ളത്, ഇതാണ് സംഭവം എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം ഞാൻ ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു സ്റ്റോറിയിലൂടെ. അപ്പോ അന്നുണ്ടായ സന്തോഷം സത്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോ സാറിന് ബിജു ജോർജ് എന്ന സാറെ പേര്, സാറിനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. കാരണം ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് സാർ അവർക്ക് മെസ്സേജ് അയച്ചു, തിരിച്ചവർ റിപ്ലൈ തന്നു. എന്നെ സംബന്ധിച്ച് അതൊക്കെ വലിയ സംഭവമാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് അവര് ക്രിക്കറ്റ് ഭ്രാന്തി നിലയിൽ എന്നെ സംബന്ധിച്ച് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളെ ആഗ്രഹം അത്രയും ശക്തമാണ്, അതിലേക്ക് ഇങ്ങനെ അതുമായി റിലേറ്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തും. അപ്പോൾ മുന്നേ ഞാൻ ഇട്ട വീഡിയോയിലൊക്കെ എനിക്ക് പരിചയമുള്ള ആളുകളാണ് എനിക്ക് വേണ്ടി ഗൂഢാലോചന നടത്തിയിരുന്നത്. പക്ഷെ ഈ വീഡിയോയില് ഇപ്പം പറഞ്ഞ സ്റ്റോറിയില് എനിക്ക് വേണ്ടി ഗൂഢാലോചന നടത്തിയത് ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ്. ഞാൻ അന്ന് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടു, സാറിന് മെസ്സേജ് അയച്ചു, സാർ അതിന് തിരിച്ച് റിപ്ലൈ തന്നു. അങ്ങനെയാണ് എനിക്ക് അവരെ ഇത് കണക്ട് ആയത്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ആ യൂണിവേഴ്സ് അതിനു വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മളിലേക്ക് എത്തിച്ച് തന്നത്. അപ്പൊ എനിക്ക് ഞാൻ അവരെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മൈൻഡിൽ നിന്ന് പിന്നെ അത് കുറച്ച് കാലമായിട്ട് വിട്ടുപോയി. കാരണം നമ്മൾ നമ്മളേതായ തിരക്കുകളിലേക്കൊക്കെ പോകേണ്ടി വന്നുകൊണ്ട് ആ മൈൻഡിൽ നിന്ന് അത് വിട്ടുപോയി. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരെ പിറന്നാളിൽ ഇതേപോലെ സാറിന് മെസ്സേജ് അയച്ച് ചെയ്യുമ്പോൾ സാറ് പറയും ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാന്ന് പറയും. അപ്പോൾ അവര് തിരിച്ചെനിക്ക് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. സാർ അതെനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ സാറൊന്നും ഞാൻ ലൈഫില് മറക്കില്ല. എവിടെ പോയാലും നമ്മളൊരു പ്രാർത്ഥന ഉണ്ടാവും എന്തായാലും. അപ്പോ അത് നമ്മളൊരാളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത്, ഒരാൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് അതൊരു സംഭവം തന്നെയാണ്. ചിലപ്പോൾ അവർക്കത് ചെറിയ കാര്യമായിരിക്കും, പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ, യൂണിവേഴ്സ് അത് നടത്തി തരാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ നിങ്ങളെ
ലൈഫിൽ എന്തെങ്കിലും ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പോവുക. അപ്പൊ അത്രയേ ഉള്ളൂ അന്നത്തെ വീഡിയോ. അപ്പം ഞാനിങ്ങനെ വലിയ എന്താണ് വീഡിയോ ഇത് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിൽ നടന്നൊരു സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളൂ. അപ്പൊ പ്രസന്റ് ചെയ്യുന്ന രീതിയിലൊക്കെ അതിൻ്റെതായ ചിലപ്പോൾ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. ഞാൻ എന്റേതായ ഒരു രീതിയിലാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം ലോ ഓഫ് അട്രാക്ഷന്റെ പാർട്ട് 1 ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷന്റെ പാർട്ട് 1 ഞാൻ അവിടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാൻ അവിടെ കൊടുക്കാം. നിങ്ങൾ അതുകൂടി ഒന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ കാണുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അത്രയേ ഉള്ളൂ. താങ്ക് യു.